പാലക്കാട് ജില്ലയിലെ ആർടിഒ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് റെയ്ഡ് പരിശോധനയിൽ 1.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു. വാളയാർ, മീനാക്ഷിപുരം, ഗോപാലപുരം, ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന? പാലക്കാട്ടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ശബരിമല തീർത്ഥാടകരിൽ നിന്നും പണം വാങ്ങുന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് വിജിലൻസ് ഇന്നലെ രാത്രി 12 മുതൽ പുലർച്ചെ 2 മണി വരെ പാലക്കാട് ജില്ലയിലെ വാളയാർ, ഗോപാലപുരം, മീനാക്ഷിപുരം, ഗോവിന്ദാപുരം തുടങ്ങിയ ആർടിഒ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനകളിൽ നിന്നായി 1.5 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ വാളയാർ ചെക്ക് പോസ്റ്റ്, വാളയാറിലൂടെയാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുടെ വാഹനം കടന്നു വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി. അവിടെ നിന്ന് മാത്രം വാളയാർ ഇൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് 90,650 രൂപയും ഔട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് 29,000 രൂപയാണ് പിടിച്ചെടുത്തത്. ഗോപാലപുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് 15,650 രൂപയും മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ നിന്ന് 4,050 രൂപയും പിടിച്ചെടുത്തു. ഇതിൽ ഈ വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാർ, ഓരോ ബസ്സിലും വാഹനങ്ങളിലും നിശ്ചിത എണ്ണം യാത്രക്കാരെ മാത്രമേ കയറ്റാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ യാത്രക്കാർ വരുമ്പോൾ പിഴ നൽകേണ്ടതാണ്. ഈ പിഴ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവരിൽ നിന്നും, ഈ തീർത്ഥാടകരിൽ നിന്നും, ആ ബസ്സിൽ നിന്നും ആർടിഒ ചെക്ക് പോസ്റ്റുകളിൽ പണം വാങ്ങുന്നത്. അതാണ് ഇന്നത്തെ റെയ്ഡിൽ വിജിലൻസ് പിടികൂടിയത്. പാലക്കാട് ആർടിഒ ചെക്ക് പോസ്റ്റുകളിലാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. പരിശോധനയിൽ 1.5 ലക്ഷം രൂപ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന്.